ചോദിച്ച ചോദ്യം കേൾക്കട്ടെ. നിങ്ങളല്ലേ ക്വസ്റ്റ്യൻ കിട്ടിയെങ്കിലല്ലേ ആൻസർ പറയാൻ പറ്റൂ. ആ അത്യാവശ്യം പറ, കണ്ടം കൊണ്ടം പറഞ്ഞാൽ കേട്ടാക്കെ തിരിയില്ല. ആ അവർക്കൊരു ഫാത്തിഹ വഫാത്തായക്കിന്റെ കൂലി എത്തോ നയിക്കുന്നത്. കൂടെയുള്ള ഒരു സുഹൃത്ത് ചോദിച്ചത് മരിച്ചവര് കേൾക്കോ? ഫാത്തിഹയൊക്കെ ഒന്നാ ചോദ്യം. ഈ മെച്ചാള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ചിന്തിക്കേണ്ടത് മനുഷ്യനിക്ക് അള്ളാഹു താല ഒരു ബദനി കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ഹിൽക്കത്ത് ആദ്യം മനസ്സിലാക്കി വെക്കും. ഒരു ബദനി, ഈ ബദനി എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടെ, മണ്ണും വെള്ളവും കുഴച്ചിട്ടുണ്ടാക്കിയ ഒരു കുടുക്കയാണ്. നമ്മൾ അങ്ങാടി റൊട്ടുമെല്ലാം കാണാം. ഉറൂസിനെല്ലാം പോയാൽ ചട്ടി കൊടുക്കേണ്ട പല കോലങ്ങൾ, പാനി ഉണ്ടാകും, കുടുക്കുണ്ടാകും, കലയുണ്ടാകും, മനുഷ്യൻ്റെ കോലം ഉണ്ടാകും, ഇല്ലാത്തി ഉണ്ടാകും, അല്ലേ? ഇതേമാതിരി മണ്ണും വെള്ളവും കുഴച്ചിട്ടുണ്ടാക്കിയ ഒരു കുടുക്കയാണ് ഈ ശരീരം. ഈ ശരീരം എന്തല്ല, അള്ളാഹു പടക്കലുണ്ട്, പ്രത്യേക മഖ്സൂദല്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു റൂഹുണ്ട്. ആലമുൽ അമ്രിൽ നിന്നുള്ള ഒരു റൂഹുണ്ട്. ആ റൂഹ് ഈ ആലമുൽ നാസൂത്തിൽ അതിന് പ്രവർത്തിക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ എന്നല്ല, അതെവിടെയും ജീവിക്കും. അതിന് സ്വന്തം നിലനിൽപ്പുണ്ട്. അള്ളാഹിന് ഇതിന് പ്രകാരം നിലനിൽപ്പുണ്ട്. കീഴ വെച്ചിട്ട് ചില കാര്യം പ്രവർത്തിക്കണമെങ്കിൽ ഈ കൂടാരം കൂടിയേ കഴിയും. ഇതുപോലെ ഒരു ഡ്രൈവർക്ക് സ്ഥലത്ത് എത്തണമെങ്കിൽ വണ്ടി കൂടാണ്ട് കഴിയൂല, അതിൽ നടക്കേണ്ടി വരും. അപ്പോൾ ഈ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പല പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ ഈ കൂടാരം കൂടിയേ പറ്റൂ. ആ ഉദ്ദേശിക്കപ്പെടുന്ന എന്തെല്ലാം ചെയ്യുമോ അതിന് പറ്റുന്ന ആലാത്തുകളും അല്ലാഹു തആല ഈ കൂടാരത്തിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം കണ്ണൂരേക്ക് എത്തണം, ഒന്നിക്ക് നടന്നിട്ട് പോകണം, ഇല്ലെങ്കിൽ ഒരു വണ്ടി വേണം. ആ വണ്ടിയിൽ സാധനം. പക്ഷേ ഈ വണ്ടിയിൽ കൂടി കണ്ണൂരെത്തണമെങ്കിൽ അതിന് സ്പീഡ് കൂട്ടാനും കുറക്കാനും വളക്കാനും തിരിക്കാനും പറ്റുന്ന ആലാത്തെല്ലാം എന്തെങ്കിലുണ്ട്, വണ്ടിക്ക് എത്തുന്നുണ്ട്. എന്നതുപോലെ ഇവിടെ മനുഷ്യന് ആവശ്യമായ, അവൻ്റെ ജീവിതം ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും അത് വന്നതിൻ്റെ ലക്ഷ്യമല്ല. ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം തിന്നാനല്ല, മറ്റോ ലക്ഷ്യപൂർത്തീകരണത്തിന് ഇവിടെ വസീലായിക്കൊണ്ടാണ്. ചിലപ്പോൾ തിന്നേണ്ടി വരും, ചിലപ്പോൾ കുടിക്കേണ്ടി വരും, ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും, അതിന് പാകപ്പെടി വരും, മരുന്ന് കുടിക്കേണ്ടി വരും. ഇതൊന്നും മഖ്സൂദല്ല, പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. അപ്പം ജസമും റൂഹും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? ഈ ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പോയാൽ ഈ ശരീരം എന്താവില്ല, പിന്നെ അതിൻ്റെ കോലത്തിൽ ബാക്കിയാവില്ല, എല്ലാം ചീഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങും. അതാണ് അതിൻ്റെ അസൽ സ്വഭാവം. കാരണം നിയന്ത്രിക്കുന്ന നേതാവില്ല. കുറേ കാലം താമസിക്കാണ്ട് ചാടിയ പുര നോക്കിയാട്ടെ അപ്പുറത്തേക്ക് ചോറ് നലിക്കുന്നുണ്ടാകും, ഉടനെ പൊട്ടിത്താകുന്നുണ്ടാകും, കേക്കോല് പട്ടിട്ടുണ്ടാകും, കാടും പുല്ലും മുളച്ചിട്ടുണ്ടാകുന്ന മാതിരി ശരീരം എന്താക്കും, നശിച്ചു തീരും. പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള റൂഹിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? അത് അള്ളാഹുവിൻ്റെ പടപ്പാണ്, ഹാദിസായ പടപ്പാണ്. അതോടൊപ്പം തന്നെ അതിന് നാശമില്ല എന്നാണ്. നാശമില്ല. അപ്പം നാശമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇലാഹ എന്ന് വരില്ല. അതുകൊണ്ട് ആദ്യം തന്നെ പടപ്പെട്ട ഹാദിസായ സാധനം ഇല്ലേ, അത് നശിപ്പിക്കണ്ടെന്ന് അതങ്ങോട്ട് വെച്ചതെന്ന്. അതിപ്പോൾ ശരീരവും നശിപ്പിക്കില്ലാന്ന് തീരുമാനിച്ചാൽ അതും അങ്ങനെ തന്നെ നിലനിൽക്കുമല്ലോ. അപ്പം ചില സാധനത്തിന് തുടക്കവുമുണ്ട്, ഒടുക്കവുമുണ്ട്. ചില സാധനത്തിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. ചില സാധനത്തിന് തുടക്കമുണ്ടെങ്കിലും ഒടുക്കമില്ല. തുടക്കമില്ല, ഒടുക്കമില്ല. ഏതാ സാധനം? അല്ലാഹുവിൻ്റെ ദാത്തും സിഫാത്തും. ഖദീമും ബാക്കിയത്ത്, അല്ലേ? തുടക്കമുണ്ട്, ഒടുക്കമില്ല എന്ന സാധനമാണ് റൂഹ്. തുടക്കമുണ്ട്, ഒടുക്കമുണ്ട് എന്നുള്ളതാണ് മനുഷ്യൻ്റെ ശരീരം. അതുപോലെ അറാദുകൾ, ഇതിലുള്ള ചൂട്, ഇതൊരു അറന്നല്ലേ. ഇതിന് തുടക്കമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഒടുക്കമുണ്ടാകും. ഇതാണ്. അപ്പോൾ തുടക്കവുമില്ല, ഒടുക്കവുമില്ലാത്ത ഒന്നേ ഉള്ളൂ, അല്ലാഹു തആല മാത്രം. അപ്പം മിക്കവാറും എപ്പോഴാണ് ഇതിന് ഒടുക്കം വേണ്ടത്? ഇസ്രാഫീൽ അലൈഹിസ്സലാം മൂതുമ്പോഴാണ് എല്ലാം നശിച്ചു പോകുന്ന സാധനം. ആ നാശം പ്രതീക്ഷിക്കുന്ന അവസരത്തിൽ റൂഹിന് നാശമുണ്ടോ എന്നതാണ് ഇമാമികളെ ചർച്ച. അതിന് മുമ്പ് നാശം ഇല്ല എന്ന് ഇത്തിഫാക്കാണ്, എല്ലാവരും ഇത്തിഫാക്കാണ് ആ വിഷയത്തിൽ.
അതാണ് അഖീദിൽ പറഞ്ഞെന്താ, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊത്തല്ലേ, ആ നഖിൻ്റെ നേരത്ത് റൂഹിൻ്റെ നാശമുണ്ടാകുമോ? അവിടെയാണ് ചർച്ച, ഖിലാഫ് ഉണ്ടാവേണ്ട രംഗം. അപ്പം അതിൻ്റെ മുമ്പെന്നില്ല, ഈ ഖിലാഫേ ഇല്ല. സുബക്കി ഇമാമ് തെളിവുകൾ നിരത്തിക്കൊണ്ട് പറയുന്നു, ഇസ്രാഫീലാണ് നൂറിക്കോട്ടെ, റൂഹിന് നാശമില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്താ തന്നെ, മൗത്തോടു കൂടി ഇവിടെ പറ്റ നാശമല്ല ഉണ്ടാകുന്നത്, ശരീരത്തിൽ നിന്ന് റൂഹിനെ ഒരുക്കൊണ്ട് പോയിന്നേ ഉള്ളൂ. തിരിഞ്ഞാ റൂഹായിട്ട് പണ്ടേയുള്ള അവസ്ഥയിൽ എന്താക്കുന്നത്, അത് പഠിച്ച റൂഹാണെങ്കിൽ അതിൻ്റെ പഠിപ്പ് സഹിതം അങ്ങ് തന്നെ നടന്നിട്ടുണ്ട്. പഠിക്കാത്ത ജഹാലത്തുണ്ടാവും, തൗബ ചെയ്യാത്ത ദോഷങ്ങളാണ്, ദോഷങ്ങൾ അതിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും, സാലിഹ അമലി ഫീഡ് ചെയ്തിട്ടുണ്ടാവും, ഏറ്റുകാതാത്തുകൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ രൂപത്തിലുള്ള ചട്ടങ്ങൾ തന്നെ റൂഹുണ്ട്. തടിയോ സാധാരണഗതിയിൽ ഇതിനെ നിയന്ത്രിക്കാനും നോക്കാനും ശ്രദ്ധിക്കാനും ആളില്ല എന്ന കാരണത്തിന് വേണ്ടി ഈ ശരീരം ദ്രവിച്ചങ്ങോട്ട് പോകും. അവിടെ എന്താക്കുന്ന റൂഹിന് പവർ കൂടിയിട്ട് പിരിഞ്ഞാലും ഇതിനെ ശ്രദ്ധിക്കാനുള്ള ചില ഡ്യൂട്ടി ഉണ്ടാവും. അങ്ങനെയാണ് ഈ ശരീരത്തിന് ഒരു കോട്ടമില്ലാതെ ശരീരത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആ അവസരത്തിൽ എങ്ങനെയാണോ ശരീരത്തിനെ പരിപാലിക്കുന്നത് അതുപോലെ ഉണ്ടാവും. പ്രഗത്ഭനായ ഒരു അധ്യാപകനെടുക്കുക, ക്ലാസ്സിൽ ഇന്നപ്പം കുട്ടികളെ നല്ല അച്ചടക്കത്തിലിരുന്ന് കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ അധ്യാപകൻ അങ്ങ് ക്ലാസ്സിൽ നിന്ന് മാറിയിട്ട് അങ്ങ് പോയി എന്നിട്ട് നോക്കിയൊക്കെ കുട്ടികളെ കുരുത്തക്കെട്ട് കാട്ടുന്നുണ്ടാവില്ല. ഉള്ള സ്ഥാനത്ത് എന്നാണ് അച്ചടക്കം പാലിക്കുന്നുണ്ടായത്. ഇത് മനസ്സിലാകുക. ഞാൻ വെറുതെ പാണ്ടാണ് തൊണ്ട പൊട്ടിച്ചുകൊണ്ട് കാര്യമില്ല. തൊണ്ട പൊട്ടിച്ച കാരണം ചിലരോട് ചില കഷ്ടം അങ്ങനെ ചോദിച്ചാൽ പണ്ടത്തെ സഫാഹത്ത് തന്നെ പറയുന്നുണ്ട്, അതാ അറിഞ്ഞത്. അപ്പം വലിയ നിരാശ തോന്നുക, ആർക്കെങ്കിലും തിരിയുമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു പോകുന്നു. അതാണ് ചില മയ്യത്തിനെ കിളച്ചു നോക്കിയാൽ അങ്ങനെ തന്നെ കാണുന്നതിൻ്റെ കള്ളി എന്താന്ന്, ശരീരത്തിന് പിരിഞ്ഞതിന് ശേഷം നിയന്ത്രിക്കും. ഞാൻ പറയട്ടെ, ശംസുൽ ഉലമ അവറുകൾ പട്ടിക്കാട്ടുന്ന കുറേ ആളെ ലീവെടുത്ത് അപ്പോൾ കുട്ടികൾ തുണിയിൽ താത്തെടുക്കാൻ തുടങ്ങി, മുടിയിൽ ഉഷാറാക്കാൻ തുടങ്ങി, ജമാഅത്തിനൊന്നും വരാണ്ടായി. ഇങ്ങനെല്ലാം ആരോ ഏപ്രിൽ ഫോളാക്കി ശംസുൽ ഉലമ വരുന്നുണ്ട്, പെരിന്തൽമണ്ണ ബസ്സിൽ കണ്ടിട്ടുണ്ട്. ഒറ്റ പ്രചരണം. പഠിച്ചവനെ മൂപ്പറ് വരുന്നതിനിടക്ക് ഒസാങ്കൂട്ടി തിരക്കാൻ തഹലൂലാകാൻ വേണ്ടി താണെ മുടിയെല്ലാം തുണിയെല്ലാം കൂടെ പൊന്താൻ തുടങ്ങി. കറക്റ്റ് പള്ളി ഫുള്ള്. അപ്പോൾ മറ്റുള്ള ആളെ നിയന്ത്രിക്കാൻ പോരാന്ന അർത്ഥത്തിനല്ല ഞാനീ പറഞ്ഞു വരുന്നത്. ചുരുക്കത്തിൽ മൂപ്പർ അഭാവമുണ്ട്. പക്ഷെ എന്താകുന്ന ദൂരത്ത് നീ അവിടെ വരവിനെ പറ്റി പറഞ്ഞപ്പോൾ നിന്നോട് നിയന്ത്രണം വന്നു. ഇതേമാതിരി റൂഹിനെ കൊണ്ട് പിരിച്ചു പോയി കഴിഞ്ഞാൽ റൂഹ അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നശിക്കാൻ വിടൂല. ഇതാണ് 100 കൊല്ലം കഴിഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞിട്ട് കളച്ചു നോക്കിയാൽ ബഹുവകഥാലിക്ക് അവരുടെ തകയ്യറുണ്ടാവില്ല, കഫം തുണിക്കും കേടുണ്ടാവില്ല. കാരണം അത് അവിടെ അകത്ത് വെളിവായി പോകുമല്ലോ, അത് വെളിവാകാനും വിടൂല. ചതില പിടിച്ചാൽ സൂചിപ്പിക്കും. അബ്ദുൽ വഹാബ് ഷെറാനി റളിയല്ലാഹുവിന്റെ ശൈഖുണ്ടായിരുന്നു. മൂപ്പർ വഫാത്തായി കുറച്ച് ദിവസം കഴിയുമ്പോൾ കഫം തുണിക്ക് പൊടിയോ ഉറുമ്പരിച്ച് കുറേ കാലം കഴിഞ്ഞിട്ട് ചെറിയ തോട്ട വന്നു. ഷെറാനി ഇമാമിനോട് സലാം ചൊല്ലിയിട്ട് പറഞ്ഞ്, നീ ഒരു പുതിയ കഫം തുണിയുമായിട്ട് എൻ്റെ കബറിൻ്റെ അടുക്കിലേക്ക് വരണം, എന്നെ പുതപ്പിക്കണം. കാരണം ചെതിര് പിടിച്ചിട്ട് എൻ്റെ അവൃത്ത് വെളിവാകാൻ സാധ്യതയുണ്ട്. ഷെറാനി ഇമാമ് പോയി കബർ മൂട്ടുകല്ല് തുറന്ന് പുതിയ കഫനവിടെ പുതപ്പിച്ചിട്ട് വന്നു. മൂപ്പർ തന്നെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. മൂപ്പർ ഉസ്താദ് നൂറുദ്ദീൻ ഷൗനി. അപ്പം റൂഹിൻ്റെ പവർ മനസ്സിലായ. അപ്പം നേരത്തെ പ്രവർത്തിച്ചതുപോലെ പല ആലമിലും പല മേഖലകളിലും അതിന് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷെ എന്ത് വേണോ, ഇവിടെ കുറ്റവാളിയായിട്ട് പോയാൽ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ എവിടെയും പോകാൻ കഴിയില്ല. അവർ മോചിതരായ മുഖദ്ദസായ റൂഹായാലേ ഈ പ്രവർത്തനം നടക്കുകയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ ഇൽമിലേക്കായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഓറ പാത്തി ഓതിയിട്ട് ഓരോട് തക്കറുമായിട്ട് നിങ്ങളെ കിതാബിൻ്റെ പേജിലേക്ക് തിരിയുന്നില്ല എന്നെന്താക്കുക, നല്ല അപ്ലിക്കേഷൻ കൊടുത്താൽ കൽബിലേക്ക് ഇങ്ങ് വരുന്നതാണ് അതിൻ്റെ മക്സൂദും. പക്ഷെ കുറേ യാഥാർത്ഥ്യങ്ങൾക്ക് പഠിച്ചു വെക്കാനുണ്ട്. ഇപ്പം അംബിയാ മുർസലീങ്ങൾ റൂഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇല്ലേ? ഇസ്രാ മിഅ്റാജിന് പോയപ്പോൾ എന്താണ്, ഇത്
رسلا وأملاكم وراء المصطفى صلى الله عليه وسلم فيهم إماما قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. ഓരോ ആകാശത്തിലെത്തിയപ്പോൾ റുസുലും വ അംലാക്കുൻ തസഫഫ റുസുലും വ അംലാക്കുൻ, മലായിക്കത്തുണ്ട് മുർസലിങ്ങളുമുണ്ട് അർവാഹിയായ ബർസഖിയായ അവസ്ഥയിൽ തങ്ങളെ സ്വാഗതം ചെയ്യാൻ. എന്നിട്ട് പറയും ഇവിടെ മാറ്റിട്ട് തങ്ങൾ ഇമാമത്ത് വെക്കണം, ഞങ്ങൾ ഇപ്പം ഇന്ന് നിന്നിട്ട് നിസ്കരിച്ചോളാന്ന് പറഞ്ഞു. സല്ലാബിക്കുലിന് ഖൽഫഹു മഹ്മൂമ. ഇത് കണ്ട. അപ്പോൾ ഈ റൂഹിനെ പറ്റിയിട്ട് പഠിക്കുന്ന അനാട്ടമി ഇന്ന് ലോകത്തെവിടെയും ഫാക്ടറി എന്നുള്ളത് സൂഫിയാക്കൾ തന്നെ പറയണം. അതേ അവസരത്തിൽ ശരീരത്തിൻ്റെ മൊത്തത്തിൽ അനാട്ടമി പറയും, ഫിസിയോളജി ശരീരത്തിൻ്റെ പറയും, ബയോളജി പറയും, കണ്ണിനെ കുറിച്ച് പറയും, മൂക്കിനെ കുറിച്ച് പറയും, ചെവിനെ പറ്റി പറയും, പിന്നെ കൈകാലുകളെ പറ്റി പറയും, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം എന്തുണ്ട് ഒരു പഠിച്ചിരിക്കുന്ന ഡോക്ടറൊക്കെയാന്ന് അവർക്ക് പറയാൻ കഴിയും. പക്ഷേ ആ ശരീരത്തിന് അങ്ങനെ പോറ്റുന്ന ഇതിൻ്റെ ഒരു മാനേജർ ഉണ്ടല്ലോ, അയാളെ പറ്റി ചോദിച്ചാൽ ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു പഠിപ്പില്ല ഇവിടെ. ഉണ്ടാ ഇതാണ് അത് ആ കൂട്ടത്തിലൊന്ന് പറഞ്ഞു. അത് സെപ്പറേറ്റ് പറയുന്ന റൂഹിൻ്റെ അനാട്ടമി ഫിസിയോളജിയും പറയുന്ന കിതാബ് വേറുണ്ട്. അതിൻ്റെ പിതാമാക്കട്ടെ ഇത് ആലമുൽ ഖൽക്കാണ് ഇവിടെ സ്കൂളിലും BSc കോളേജിലും പഠിപ്പിക്കുന്നത്. ഇത് ആലമുൽ അമ്ര പഠിക്കുന്നത്. യസ്അലൂനക അനിർ റൂഹി, റൂഹിനെ പറ്റി എന്തെന്ന് പറഞ്ഞു തരുമോ? ആലമുൽ അമ്ര പഠിച്ചിട്ട് അവിടെ ഗവേഷണം നടത്തുന്ന ഉത്തരം. അപ്പോൾ ഉത്തരം പറഞ്ഞെന്നും പറയാം, പറഞ്ഞിട്ടില്ലെന്നും പറയാം. യസ്അലൂനക അനിർ റൂഹി, ഉത്തരം എന്താ പറഞ്ഞത്? ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ഈ മറുപടി ഉത്തരം അറിയിച്ചു കൊടുത്തു എന്നൊരു കൂട്ടർ, കൊടുത്തിട്ടില്ല എന്നൊരു കൂട്ടർ. അംറു റബ്ബിലാണ് എന്ന് പറഞ്ഞിട്ട് വിട്ടപ്പോൾ മറുപടി കിട്ടിയിട്ടില്ല. അതേ അവസരത്തിൽ ആലമുൽ അമ്ര പഠിക്കാൻ ഒരുങ്ങിയാൽ റൂഹിനെ പറ്റി പഠിക്കാൻ കിട്ടും. പക്ഷെ അതിന് പഠിക്കാൻ മാത്രം പഠിപ്പ് നിങ്ങൾക്കില്ല. മിനൽ ഇൽമി ഇല്ല ഖലീല. ഈ ലാഹിർ പഠിക്കാൻ തന്നെ നിങ്ങൾ കോഴ്സ് പൂർത്തിയാകുന്നില്ല. മാഷ് പറയട്ടെ, ഒരു കണ്ണിനെ പറ്റി പഠിക്കാൻ കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഘടനയെക്കുറിച്ചും അതിലെ പ്രവർത്തനങ്ങളും അതിലെ ഞാടിഞ്ഞരമ്പുകളും അതിലേക്കുള്ള എന്ത് കാഴ്ച എങ്ങനെ ഫിറ്റ് ചെയ്യുന്ന നോക്കിയാൽ പഠിച്ചാൽ എത്ര കൊല്ലം പഠിക്കാനുണ്ടാവും? അപ്പോൾ ആലമൽ അമ്പി പരിധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉത്തരത്തിലേക്കുള്ള സൂചനയുണ്ട്, അതേ അവസരത്തിൽ ഉത്തരം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് അത് മറുപടിയാണോ അല്ല മറുപടിയല്ലേ എന്നുള്ള ഖിലാഫ് വന്നത്. അബ്ദുൽ ഹാദിൽ അംബാരി കൊത്തുഹൽ പറയുന്നത് അത് മറുപടി തന്നെയാണെന്നാണ്. പക്ഷെ എന്ത് വേണം? ആലമുൽ ഖൽക്കി പരിധി എവിടെയും കിട്ടൂല. ഭൗതിക ശാസ്ത്രത്തിൽ പരിധിയാൽ കിട്ടൂല എന്ന് ആദ്യം തന്നെ എന്താക്കി മാറ്റി നിർത്തി. അതിലൂടെ പരിധി സമയം കളയണ്ട, അവിടെ പോയിട്ട് പരിധിക്കോ. ഇതാണ് റൂഹിൻ്റെ അവസ്ഥ. അപ്പോൾ ഫനൻ നഫ്സി, നഫ്സ് ഹലാക്കാകുമോ? ലദൻ നഫ്ഹി, ഷാഫിയിൽ ഊറുന്ന നേരത്ത് ഉഖ്തുലിഫ, അവിടെ ഖിലാഫുണ്ട്. ഇപ്പോൾ ഉള്ള ബക്കാൽ എന്താണ്, അത് അന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാണ് മൂപ്പർ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതെല്ലാവരും അംഗീകരിച്ചു. അപ്പോൾ മുഖദ്ദസായ റൂഹിൻ്റെ ആലമിൻ്റെ പല ഭക്തം തസ്രീഫാത്തുകളും ഒരുപാട് പ്രവർത്തനങ്ങളും നടത്തും. പക്ഷെ അത് മറ്റുള്ള ആളെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അതുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ നമ്മൾ ഒരു അർഹത നമുക്കുണ്ടാവണം. എല്ലാത്താക്കും അത് വെളിപ്പെടൂല. അപ്പം ഇപ്പം പോയിട്ട് ശരീരം വെച്ച ഖബറിൻ്റെ അവിടെ പോയിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഈ മുഖാത്തബാരാണോ? ആ പുറത്ത് കാണുന്ന മീസാൻ കല്ലാണോ അല്ല അതിൻ്റെ ഉള്ളിലുള്ള എല്ലും തോലും പൊടിഞ്ഞ സാധനമാണോ അല്ല അതിൻ്റെ റൂഹാണോ? മീസാൻ കല്ലുണ്ട് ആരെങ്കിലും സലാം ചൊല്ലിന്? ബുദ്ധിജീവികൾ ആരെങ്കിലും ജമാഅത്തിനോട് ഖിതാബ് ഇടുവോ? ആ മരത്തിന് നബാത്താത്തിനോട് ഖിതാബ് ഇടുവോ? ആ മരത്തിനോട് ചോദിച്ചാട്ടെ എനിക്ക് വളം വേണം, ആ മരെ പുറത്തേക്കാകെ എനിക്ക് വെള്ളം പറ്റണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നാമെന്നോ നോന്നൊന്നും പറയില്ല. അപ്പം ബുദ്ധിജീവികൾ എന്താക്കൂല? ഇദ്റാക്കില്ലാത്ത വസ്തുക്കളോട് ഖിതാബ് ഇടൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും സലാം ഖിതാബ് ഇടാനാണ് പറഞ്ഞത്. അപ്പോൾ ഖിതാബിന് മുഖാത്തബ് ആരാൻ ശരിക്കും പറഞ്ഞാൽ അതിന് റൂഹാണ്. ഇത് കൈമ പിടിച്ച് ഇത് ജമാദ സാധന
അല്ല, നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂരേക്ക് എത്തണേ. അസ്സലാമു അലൈക്കും. ഈ പറഞ്ഞ വാക്കിൻ്റെ മുഖാത്തബാര ഈ സ്വിച്ചും ഈ കണ്ണാടിയും ഈ സാധനവും ഈ മരക്കണ്ട ഇത് ആരാന്ന് പറഞ്ഞു? നിങ്ങളോട് ആരോടോ അതെങ്കിൽ വിളിച്ചു പറഞ്ഞത്. ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാക്കാത്ത ആന്ത് പിരാന്തൻ്റെ സാധനം വെച്ചിട്ട് ഇതിനോടാ വർത്തമാനം പറയുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഇടപെടുന്നുണ്ട്. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അവർക്ക് ചായയും കത്തുലല്ല കൊടുക്കുക, അവർക്ക് പറ്റുന്ന റിസ്ക് ആയിരിക്കും. ഓരോന്നിനും അതിനനുസരിച്ച് റിസ്ക്കാണ്. ഫരിഹീന, അവർക്ക് വലിയ ആഹ്ലാദമാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹിൻ്റെ ഫളിൽ നിന്ന് അവർക്ക് കൊടുത്തതിനുള്ള സന്തുഷ്ടനാണ്. എന്നിട്ടോ ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം, അവരുടെ പദവി കരസ്ഥമാക്കിയിട്ടില്ലാത്ത നമ്മളെ പോലത്തെ അള്ളാഹിൻ്റെ ഫളിൽ കൊണ്ടുള്ള മുഅ്മിനീൻ കൊണ്ടുള്ള അവർ അംഗീകരിക്കുന്നത് നമ്മ ഓർത്തേക്ക് എത്തിയിട്ടില്ല. എന്നാലും നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളിൽ അവർക്ക് സന്തോഷവും നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളിൽ അവർ ദുഃഖവും അവർ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അവർ വസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇവിടെ അവശേഷിക്കുന്ന ആളുകൾക്ക് ഖൗഫും ഹസുനും ഇല്ല എന്നറിയുന്ന അവസരത്തിൽ അവർക്ക് എന്തുണ്ട്? സന്തോഷമുള്ളത്. അതിന് അക്സൂടി ഇവിടെ എന്തല്ലോ കുലുമാല നടത്തുന്ന പറയുമ്പോൾ അവർക്ക് ദുഃഖമാണ്. അന്നേ പറയുന്നു അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ ബാക്കി അവർക്ക് നിങ്ങളെ കാര്യത്തിലല്ലേ ഇത് ഓർക്കണ്ടല്ലോ. ഒരു കുഞ്ഞ് ഇവിടുന്ന് പോയി കുഞ്ഞിക്ക് വെള്ളം കിട്ടിയില്ല പോലും കഞ്ഞി കിട്ടിയില്ല പോലും എയർപോർട്ടിൽ പിടിച്ചിട്ടുണ്ട് പോലും എന്ന് പറഞ്ഞാൽ ഉമ്മ കരയുന്നതിന് വേണ്ടിയിട്ടാ? ഉമ്മക്ക് വേണ്ടിയല്ല കരഞ്ഞത്, ആ കാണാത്ത കുഞ്ഞിക്ക് വേണ്ടിയിട്ടാ കരഞ്ഞത്. അതെ, ആലംറയിൽ റൂഹിൻ്റെ പ്രത്യേക കേന്ദ്രമുണ്ട്. അതിന് ചിലപ്പോൾ ഇറങ്ങി വരാനുള്ള സമ്മതം കൊടുക്കും, ചിലരോട് ഹിതാബിടാൻ സമ്മതം കൊടുക്കും. അവിടെ ദിക്റുണ്ട്, അടുത്തേക്ക് പോയിക്കോട്ടാൻ സമ്മതം എടുക്കും. വരും തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. റബ്ബിനോട് ഇതിനെടുത്തിട്ടാണ് വരിക. കുറച്ച് മലക്കുകൾ പോകുന്നുണ്ട്, ഞങ്ങൾ പോയിക്കോട്ടെ അകന്നിച്ച് പോയിക്കോ. ഇന്നൊക്കെയുണ്ട് സലാത്ത് ചെല്ലുന്നുണ്ട്. മലായിക്കത്ത് ഹാജരാകുന്ന ഹദീസ്. മലായിക്കത്ത് ഇറങ്ങി വരുമ്പോൾ മുഖദ്ദസായ അർവാഹ് പറയുന്നുണ്ടെന്ന് മലക്കുകൾ പോകുന്നുണ്ട്, ഞങ്ങൾ പരിപാടിക്ക് പോയിക്കോട്ടോ സമ്മതം എടുക്കും. പോയിക്കൊന്നു ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു മുൻഗണന അയിമത്തിൻ്റെ കിതാബ് നിർസെടുത്തുന്ന സ്ഥലത്തിൽ അവിടെ ഹാജരാകുന്നുണ്ട്. തീരെ ഒന്നും തിരിയാത്ത രംഗം വന്നാൽ ആ സദസ്സിൽ വെച്ചിട്ട് വെച്ചെടുത്താൽ അവരുടെ വക്കൽ നിന്നുള്ള ഇൽഹാം എന്താക്കും ഇങ്ങോട്ടേക്ക് കിട്ടും. മറ്റെന്ത് ഇപ്പോഴത്തെ മതി മൊബൈലും തമ്മിൽ വെച്ചിട്ട് അവർക്കും ഇപ്പുറത്തെല്ലാം കയറിയില്ലേ. ഈനടക്കാടെ മേഘാജം മൗലൂദോനോ മുസരിയിൽ ഒറ്റ കിതാബുണ്ട്. ആർക്കും ജവാബും ചെല്ലാൻ അറിയില്ല, വെറ്റും ചെല്ലാൻ അറിയുന്നില്ല. ഇവിടെ നിന്ന് എന്താക്കി കിതാബ് വെച്ചിട്ട് പട്ടണം മൊത്തം എല്ലാ കീശയിലും ഒന്ന് കിതാബ് മടിയിൽ എല്ലാവർക്കും. ഇതെങ്ങനെ വന്നേ? ഏത് സംണ്ട് ബസറുണ്ട്. ഇദ്റാക്കുന്നതിന് മൊത്തത്തിൽ പറയാം. ഇദ്റാക്കിൽ സം അടങ്ങി ബസറടങ്ങി, പക്ഷേ എല്ലാം അടങ്ങി. പക്ഷെ അവിടെ ആവശ്യമുള്ളത് സം ബസറേ വേണ്ടുള്ളൂ. കാരണം ലംസ് ഈ തോലിലാണ് വെച്ചത്. അവിടെ തോലില്ലാത്തതുകൊണ്ട് ലംസ് വേണമെന്നില്ല. ഏതുപോലെ നമ്മളെ ഫീൽഡിൽ നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ? അഞ്ചെണ്ണം പറഞ്ഞേ. കേട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവല്ലോ. ഏത് ഫിഖിഹിന്റെ കിതാബ് അല്ലെങ്കിൽ ഒരു മക്കൂലാത്ത മക്കല് ചെലവാക്കേണ്ട കിതാബ് ഓതുമ്പോൾ രുചിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? പറഞ്ഞിട്ടെ എന്ന് പറ. തൊലിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? മൂക്കിനെന്തെങ്കിലും പങ്കുണ്ടോ? അതാത് സമയത്തേ വേണ്ടു. ഇപ്പം എന്തേ വേണ്ടു? സമ്മം ബസറും ഫുആദേ വേണ്ടു. അതുകൊണ്ടാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മസ്ലമാക്കി ഉദൈവൈനല്ല വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. നിങ്ങളെ ഇല്ലായ്മയെന്ന് സൃഷ്ടിച്ച് സമഅം തന്ന് ബസറും തന്ന് ഫുആദും തന്ന് എന്ന് പറഞ്ഞാൽ ഇൽമ് ഉൾക്കൊള്ളാനുള്ള 3 അംഗങ്ങളാണ് തന്നിരിക്കുന്നത്. മറ്റുള്ള തന്നിട്ടില്ല എന്നല്ല പറയുന്നത്. ആ ഫീൽഡിലേക്ക് ആവശ്യമായ 3 എണ്ണം
ഇത് കലീലമ്മ തഷ്കുറു, നിങ്ങൾ നന്ദി ചെയ്യുന്നത് വളരെ കുറഞ്ഞുപോയി കേട്ടോ, നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇതൊക്കെ തന്നിട്ട് അപ്പോൾ അവിടെ എത്രയേ വേണ്ടു? സമം ബസറും മറ്റുള്ള ഇതറാക്കി അവിടെ ആവശ്യമുള്ളൂ. രുചി എന്തിനാ വെച്ചത്? ഈ വെള്ളത്തിൻ്റെ സാധനത്തിന് ഭക്ഷണം രുചി അറിയാനല്ലേ. അത് മഹസൂസായ ഭക്ഷണം നീക്കണ്ടല്ല. അപ്പോൾ അവരെന്താക്കും, ചില വിഷയത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇടപെടും. ഇനി ഉദാഹരണം നോക്കാം. നമ്മളെ പാടിയ പാട്ടം നോക്ക്. ഇത് فيهم إماما قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. അങ്ങനെ പോയി അള്ളാഹു ഒരു മഹലിൽ സൂളും വെച്ച് ഇരിക്കുന്നുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു താലാക്ക് മഹലില്ല, മക്കാനില്ല. തങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ഒരു സ്ഥാനം തങ്ങൾക്ക്. നമ്മ പള്ളിയിൽ പോയി നിൽക്കിച്ചാൽ പള്ളിയിൽ അല്ല കുത്തിരിക്കുന്നുണ്ടെന്നല്ല അർത്ഥം. നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മക്കാൻ അല്ല നിശ്ചയിച്ചതാണ്. അപ്പോൾ ഇസ്ലാം മിറാജിനെ കച്ച പറയും ബാക്കെല്ലാം തോന്നിപ്പിക്കുന്ന എന്താണെന്ന് അള്ളാഹ് കസേലയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ്. തങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ച ഒരു മക്കാനിലേക്ക് തങ്ങളെത്തി. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അവിടെ തഹിയ്യത്ത് കൊടുക്കേണ്ട പ്രസന്റേഷൻ എന്താണ്? അതാണ്. അങ്ങനെ ഉത്തരം വന്നെന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കദീമായ കലാമിലൂടെ തങ്ങൾക്ക് എന്താക്കി? സലാം അറിയിച്ചു. അതാണ് സലാം എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക സലാം, പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകമായ ഹബീബിന് നൽകിയ സലാം. ദുന്യാവിൽ സലാം ചൊല്ലി അസ്സലാമുൻ്റെ അലിഫ്ലാമു നോക്ക്. അള്ളാഹുവിൻ്റെ കദീമായ കലാമിലൂടെ ഹഖ് സുബ്ഹാനഹു വ തആല ചൊല്ലിയ സലാം ഏത് പ്രത്യേക സാഹചര്യത്തിൽ, ഏത് മക്കാനിൽ വെച്ച്, ആരാണ് സലാമിൻ്റെ മുഖാത്തബ്? അലൈക അയ്യുഹൻ നബിയ്യു അല്ലേ. തങ്ങൾ എന്താക്കുന്നത്? ആ സലാം കേട്ടപ്പോൾ തങ്ങളെ അനുകരിക്കുന്ന ഒരുപാട് ആളുടെ അവരെ മറക്കൂല. നേതാവിൻ്റെ പ്രജകളെ മറക്കുന്ന പരിപാടിയില്ല. അസ്സലാമു അലൈന, സലാമ് നമുക്ക് കിട്ടി. വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കുന്ന എൻ്റെ അത്തബായിങ്ങളായ സാലിഹുണ്ട്. ഇതേ സലാം ഓർക്കും കൊടുക്കണേന്ന്. അസ്സലാമു അലൈന. കദീമായ കലാമിൻ്റെ തങ്ങൾക്ക് കിട്ടിയത് എന്താക്കി? തങ്ങൾ മുഖേന ഇങ്ങോട്ട് കൊടുത്തു. ഇതിന് അവസാനം എന്താക്കിയെന്ന് കഴിയോ? അള്ളാഹു താല പലതും കിതാബുകളും ഖാസായ വഹയികളും മുനാജാത്തും എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ സമ്മാനം കൊടുത്താണ്. ഇത്ര 50 വഖത്ത് നിസ്കാരം ആദരപൂർവ്വം സ്വീകരിച്ചു, ഏറ്റെടുത്ത് കബിൽത്തു. തിരിച്ചു വരുമ്പം ബൈക്ക് വെച്ചിട്ട് പോകുമ്പം കണ്ട പോലെ അമ്പിയാക്കൾ പിന്നെയും തിരിച്ചു കാണും, മടങ്ങുന്നതില്ല. മൂസാ അലൈഹിസ്സലാം ചോദിച്ച് എന്തെങ്കിലും പ്രത്യേക ഒരു പ്രസൻറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എന്താ? 50 വഖത്ത് നിസ്കാരം. സുബ്ഹാനല്ലാഹ്, തങ്ങളുടെ ഉമ്മത്ത് പാവങ്ങളാണ്. ചുരുക്കാൻ പറയണം, കഴിയൂല. അവസാനം എന്താക്കി? ആദ്യത്തെ സ്ഥലത്തേക്ക്, അവിടെ അന്ന് കസൽമ ഇരിക്കുന്നതെല്ലാം ഒക്കെ ഉണ്ട്. ആദ്യം അത്തഹിയ്യാത്തു പറയാൻ പോയ ആ സ്ഥലം, അവിടത്തേക്ക് മടങ്ങിയിട്ട് എൻ്റെ ഉമ്മത്തെ പാവങ്ങളാണ്, 50 താങ്ങാൻ കഴിയൂല, കുറച്ച് റെഡ്യൂസ് ആക്കണമെന്നാണ്. 5 കുറച്ച് 45 വെച്ച് മടങ്ങി. മൂസാ നബി പിന്നെയും പറയുന്നു അതും ആവില്ല. അപ്പത്തിനായി 9 പോക്കും വരവും. എന്നാൽ പിന്നെ ആദ്യം തന്നെ 45 റെഡ്യൂസ് ആക്കിയിട്ട് വന്നൂടേന്ന്. ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ച് തവാഫ് 9 എണ്ണം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനായിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കലാം കേട്ടിട്ടുണ്ടോ എന്ന് കാണണമെന്നുണ്ട്. ലന്തറാൻ ഇവിടെ വെച്ചിട്ട് കാണൂലെന്ന്. അപ്പം കാണാനുള്ള പൂതിയാടെ വെച്ചെടുക്കുന്നു. അതിനിപ്പോൾ എന്താ കാണാം? കണ്ടോറെ കാണാൻ എന്താക്കി? ഒറ്റപ്പോക്കിൽ 45 ചുരുക്കിയാൽ എന്താവും? ഒരു കാഴ്ച നടക്കൂ. പോയിട്ട് വാ 9 വട്ടം കാണാനായില്ലേ? കണ്ടോറെ കാണാൻ ചിലപ്പോൾ ഒറ്റ ചുരുക്കിയാൽ മതി എന്നാണ് പറഞ്ഞതെങ്കിൽ ഈ 49 50 വക്കത്തിൽ അത്തവരെ കൊണ്ട് പോവാം. കണ്ടോറെ കാണാനെന്ന് 5 മലത്തിപ്പോൾ പറഞ്ഞു ഇതിന് ചുരുക്കിയപ്പോൾ നിസ്കാരം ഉണ്ടാവില്ലല്ലോ. അപ്പം ഫെയിലിൽ എന്താക്കി? ചുരുക്കി കൂലിയിൽ 50 തന്നെ.
ഞാൻ പറയട്ടെ, ഇവിടെ മൂസ അലൈഹിസ്സലാം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ലാഹിറിൽ നമ്മൾ എന്താക്കണം, 50 വക്തയ്ക്കിരിക്കണം. 45 റിഡക്ഷൻ ആക്കാൻ ആരാണ് ഇടപെട്ടിരിക്കുന്നത്? ഇവിടെ മൂസാ നബി അന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ 5000 കൊല്ലം മുമ്പോട്ട് വഫാത്തായിട്ടുണ്ട്. പക്ഷേ ഏതാ വഫാത്ത്? ശരീരത്തിൽ നിന്ന് റൂഹ് വിരിച്ചു എന്നതാണ് വഫാത്ത്. ഇത് നശിക്കലും എന്നല്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത റൂഹിനെ വേർപെടുത്തിയെന്ന് അർത്ഥമുള്ളൂ. മൂസ അലൈഹിസ്സലാം ഉണ്ടെന്ന്. ശരീരം തുറന്നു നോക്കി അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം ഇത് ചീഞ്ഞു നാറാൻ പാടില്ല. അപ്പൊ എത്രയോ കാലം മുമ്പ് പിരിഞ്ഞു പോയ മുഖദ്ദസായ റൂഹിൽപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറയുകയും നബി തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തിട്ട് 45ന്റെ ഭാരം ചുരുക്കി തന്നത് ആരാണെന്ന് പറ. അപ്പം 5000 കൊല്ലം മുമ്പ് പോയ ആൾക്ക് ഇവിടെ നമുക്ക് ഇടപെട്ട് തന്നില്ലേ? ഏതാണ്ട് പോയിന്റ് മനസ്സിലായില്ല. അപ്പോൾ എല്ലാം നശിക്കലാണ് എന്ന് മനസ്സിലാക്കിയില്ല, അബദ്ധം പറ്റിയത്. റൂഹും ശരീരവും തമ്മിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഫിറ്റ് ചെയ്ത സാധനം ഊരിയെടുത്തിരിക്കുന്നു. അപ്പോൾ എന്തുണ്ടാക്കും? ഒന്നുകിൽ രണ്ടും നശിക്കും, അല്ലെങ്കിൽ രണ്ടും നശിക്കൂല എന്നുണ്ട സൂറത്ത് വരിക അല്ലേ? ഇവിടെ എന്താക്കും? സാധാരണക്കാർക്ക് ശരീരം നശിക്കും, റൂഹ് ബാക്കിയാകും. അസാധാരണക്കാർക്ക് ശരീരമായി കബറിൽ കിടക്കും, റൂഹിൻ്റെതായ പ്രവർത്തനം നടക്കും. അട്ടാകാക്കിലെ ഹെറ്റുമാരെല്ലാം കഴിഞ്ഞു. ഇത് എല്ലാ റൂഹിൻ്റെ അവസ്ഥ നഫ്സീന്നാണ്, എല്ലാത്തിനാണ്. പക്ഷെ മുഖദ്ദസല്ലാത്ത റൂഹുകൾ കുറ്റവാളികളും കറപിടിച്ചതുമായപ്പോൾ പ്രവർത്തനത്തിന് കഴിവില്ലാതെ മൂലക്കിരിക്കുകയാണ് എന്നായി. റൂഹിൻ തന്നെ ഏതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്ന റൂഹിന് തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? ഇതിൻ്റെ കഴിയാത്ത ആ ഫീൽഡിലേക്ക് എൻ്റെ പ്രവർത്തനം നീങ്ങിയിട്ടില്ല. റൂഹിനെ മാത്രം വെച്ചാൽ റൂഹ് എന്ന് പറയും, ബദനെന്ന് മാത്രം ബദനെന്ന് പറയും. രണ്ടും കൂടി മുറക്കമായ സയ്യിദ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ സയ്യിദിൻ്റെ ബദന്, സയ്യിദിൻ്റെ റൂഹ് എന്ന് പറയും. റൂഹിനാണുമില്ല പെണ്ണുമില്ല. നാളെ ആരോ ക്ലാസ് എടുത്തിട്ട് കണ്ണൂർ ക്ലാസ്സിൽ എത്ര എന്ന് പറയാൻ പറഞ്ഞില്ല. ഒരു ഫുലാന് പിന്നെ ഫുലാൻ പറഞ്ഞിട്ടുണ്ട് റൂഹ് ആണുമില്ല പെണ്ണുമില്ല പോലെ പിന്നെ എന്താ ഉണ്ടാവില്ലെന്നു. അയാൾ എത്ര എന്ന് പറയാൻ പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾ കീശയിൽ പെണ്ണുണ്ടോ എന്ന് ചോദിച്ചു. ആ പെണ്ണ് ആണ്ട് ആണോ പെണ്ണോന്ന് ചോദിച്ചു. അപ്പൊ ആണ് കൊണ്ടും പെണ്ണു കൊണ്ടും പറയപ്പെടാത്ത സാധനങ്ങളുണ്ട്. ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, രണ്ടിൽ ഹസറാക്കിയതാ വെച്ച്. അതെ, എല്ലാത്തിലും ഉന്നതമായ സ്ഥലത്തും സമ്മതം ചോദിച്ച് നമ്മൾ സദസ്സിലുണ്ടെന്ന് ഞാൻ പറയുന്നു. നമ്മൾ ഓരോ മാതിരി അർവാഹിന്റെ കാലത്തിലേക്ക് നമ്മളെ ജീവിതശൈലി മാറ്റിയെടുക്കണം. കണക്ഷൻ തന്നെ ഓരോ മഹബത്ത് വെക്കല്. മഹബത്ത് കണക്ഷന്റെ കാതലായ വശം. മഹബത്തിനെ തുടർന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ഹിദ്മത്ത് ചെയ്യാമോ അതെല്ലാം പറഞ്ഞു. അവരുടെ സ്വഭാവമായിട്ട് ഏകദേശം എന്താക്കണം, കുറച്ച് ഉയർന്ന നിലപാട് വെച്ച് പുലർത്തിയാലേ അവർക്ക് ബന്ധപ്പെടാൻ കഴിയുള്ളൂ. ഒരളവോളം അവർ ഇറങ്ങി വരികയും വേണോ. പക്ഷെ അത് കാര്യമായിട്ടും വല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഈ ഭൗതിക ചുറ്റുപാട് നടക്കേണ്ടായി പോകും. സലാമോട് കേൾക്കും. അവർക്ക് നമുക്ക് നീക്ക് പ്രവർത്തനം ചെയ്തു തരാൻ കഴിയില്ല. അത് നമ്മൾ ഈടെ അറിയാലോ. ശരീരത്തോടുകൂടി രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ ബാത്റൂമിൽ പോണെങ്കിൽ വേറെ ആളെ സഹായിച്ചു കൊടുക്കണം. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ റൂഹിനെ കുട്ടിക്കോ ദുആ ചെയ്യല്, നിങ്ങളെ കാര്യത്തിൽ ഇടപെടല്. 45 ചുരുക്കി തരാൻ വേണ്ടി മുത്തുനബിനോട് പറഞ്ഞു തങ്ങൾ പോയി ദ്വാരക്കെന്നാ പറഞ്ഞത്. അതല്ല ഇപ്പൊ കിസ്സ പറഞ്ഞത്രൂ. ഇനിയും തിരിട്ടില്ല. ഇനി തിരിഞ്ഞില്ലെങ്കിൽ ആരോടെങ്കിലും പോയി ചോദിച്ചോ. അസ്സലാമു അലൈക്കും.